ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഷുവർ ഷോട്ട് കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റിലാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം കിടക്കുന്നത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതൊന്ന് മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാം കയറി കാണാൻ ശ്രമിക്കണം. ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, 2025 മാർച്ചിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഭാഷയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിലിംപാലാണ് കേട്ടോ. സിലിംപാലാണ്, ഒഡീഷയിലെ സിലിംപാലാണ്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? സിലിംപാൽ, ഒഡീഷ. സിലിംപാൽ, ഒഡീഷ ചോദിക്കും പരീക്ഷയ്ക്ക്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? സിലിംപാൽ, ഒഡീഷ. നാസയും ISROയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 2 കേട്ടോ. ബ്ലൂബേർഡ് 2 കേട്ടോ. ബ്ലൂബേർഡ് 2. അപ്പോൾ എന്താണ്? നാസയും ISROയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 2 ആണ്. ബ്ലൂബേർഡ് 2. 9 മുതൽ 12ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. നോട്ട് ചെയ്തോണേ, 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ്? ഇബേൻഷ്യസ് അച്യുതാനന്ദി, അതായത് കാശിത്തുമ്പയാണ് കേട്ടോ. നമ്മുടെ കാശിത്തുമ്പയാണ്. അപ്പോൾ എന്താണ്? VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ്? ഇബേൻഷ്യസ് അച്യുതാനന്ദി അഥവാ കാശിത്തുമ്പയാണ്. കാശിത്തുമ്പയുടെ ശാസ്ത്രീയനാമമാണ് ഇബേൻഷ്യസ് അച്യുതാനന്ദി. അപ്പോൾ എന്താണ്? അച്യുതാനന്ദിനി കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ്? ഇബേൻഷ്യസ് അച്യുതാനന്ദിനി. ക്ലിയർ ആണ്? കാശിത്തുമ്പയാണത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 മാർച്ചിൽ US-ൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷാണ്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിലിംപാൽ, ഒഡീഷ. നാസയും ISROയും ചേർന്ന് സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ്. 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യം ഏതാണ്? ഇബേൻഷ്യസ് അച്യുതാനന്ദിനി കാശിത്തുമ്പ അഥവാ കാശിത്തുമ്പയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയറായി. നമുക്ക് അടുത്ത കുറേ ചോദ്യങ്ങളിലോട്ട് പോവാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ A രാജരാജനാണ് കേട്ടോ. അപ്പോൾ എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ A രാജരാജൻ. ക്ലിയർ ആണ്? അടുത്ത നോക്കാം. അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? അമ്പലവയൽ, വയനാട് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ്? അവക്കാഡോ നഗരമായി. അപ്പോൾ അവക്കാഡോ കൃഷി വിപണനമൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അമ്പലവയലാണ് കേട്ടോ. അത് വെച്ചാണ് ഈ അവക്കാഡോ നഗരമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമായത്. അപ്പോൾ എന്താണ്? അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? അമ്പലവയൽ, വയനാട് ജില്ലയിലെ അമ്പലവയലാണ് നിലവിലെ അമ്പലവയലാണ് അവക്കാഡോ നഗരം കേട്ടോ. അവക്കാഡോ നഗരമായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അടുത്തിടെ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? അമ്പലവയൽ, വയനാട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിച്ചു കൊണ്ടിരുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ ഗ്രാമം പദ്ധതി. നോട്ട് ചെയ്തോണേ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിച്ചു കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ ഗ്രാമം പദ്ധതി. നമ്മുടെ ഗ്രാമം പദ്ധതി. 2025 ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏതാണ്? UK ആണ് കേട്ടോ. യുണൈറ്റഡ് കിങ്ഡം ആണ്. അപ്പോൾ എന്താണ്? 2025 ഫ്ലോറിസ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം ഏതാണ്? UK, യുണൈറ്റഡ് കിങ്ഡം ആണ്. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? HPV ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഏറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ
കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് കേട്ടോ. അപ്പം ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ്റെ പേരെന്താണ്? HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. നമ്മുടെ കേരളം. അപ്പോൾ ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ കേരളമാണ് കേട്ടോ. ക്ലിയർ ആണ്. IQ-AIR 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. IQ-AIR 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ആണ്. അടുത്തിടെ നവരത്ന കമ്പനി പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഒരുങ്ങുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കൊച്ചി കപ്പൽശാലയാണ്. അപ്പോൾ എന്താണ്? അടുത്തിടെ നവരത്ന കമ്പനി പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഒരുങ്ങുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കൊച്ചി കപ്പൽശാല. ഹൈദരാബാദിൽ വെച്ച് നടന്ന 72ാം ലോക സുന്ദരി മത്സരത്തിൻ്റെ വിജയി ആരാണ്? ഓപ്പാൽ സുജാത ചോങ്സിയാണ്. തായ്ലൻഡുകാരിയാണ്. അപ്പോൾ നോട്ട് ചെയ്തോണേ. ഹൈദരാബാദിൽ വെച്ച് നടന്ന 72ാം ലോക സുന്ദരി മത്സരത്തിൽ വിജയി ആരാണ്? ഓപ്പാൽ സുജാത ചോങ്സിയാണ്. തായ്ലൻഡ് സ്വദേശിയാണ്. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഹൈദരാബാദിൽ വെച്ച് നടന്ന 72ാം ലോക സുന്ദരി മത്സരത്തിൻ്റെ വിജയി ആരാണ്? ഓപ്പാൽ സുജാത ചോങ്സിയാണ്. ഇവർ ഏത് രാജ്യക്കാരിയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തായ്ലൻഡ് വംശജയാണ് കേട്ടോ. തായ്ലൻഡ് രാജ്യക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഓപ്പാൽ സുജാത ചോങ്സി തായ്ലൻഡ്. ക്ലിയർ ആണ്. ഒന്നുകൂടെ പറയാം. ഹൈദരാബാദിൽ വെച്ച് നടന്ന 72ാം ലോക സുന്ദരി മത്സരത്തിൻ്റെ വിജയി ആരാണ്? ഓപ്പാൽ സുജാത ചോങ്സി. രാജ്യം ഏതാണ്? തായ്ലൻഡ്. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അണ്ടർ വാട്ടർ മ്യൂസിയം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്ത് നോക്കാം. ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ആരംഭിച്ച സ്മാർട്ട് കാർഡ് പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റവന്യൂ കാർഡ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് പഠിച്ചോണേ. ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ആരംഭിച്ച സ്മാർട്ട് കാർഡ് പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റവന്യൂ കാർഡ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റവന്യൂ വകുപ്പല്ലേ നോക്കുന്നത്. അപ്പം സ്മാർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ ഡിജിറ്റലൈസ്ഡ് കാർഡല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ആരംഭിച്ച സ്മാർട്ട് കാർഡ് പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റവന്യൂ കാർഡ്. അടുത്ത നോക്കാം. ഏകാന്തത അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വൈകാരിക പിന്തുണ നൽകാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സല്ലാപം പദ്ധതി കേട്ടോ. അപ്പോൾ എന്താണ്? ഏകാന്തത അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വൈകാരിക പിന്തുണ നൽകാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സല്ലാപം. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? നെല്ലിയാമ്പതി. നോട്ട് ചെയ്തോണം. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? നെല്ലിയാമ്പതി. നോട്ട് ചെയ്തോണേ. നെല്ലിയാമ്പതിയാണ് ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലോട്ട് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഒന്ന് നോട്ട് ചെയ്തോണേ. നെല്ലിയാമ്പതി ഹരിത ഡെസ്റ്റിനേഷൻ. കണക്ട് ചെയ്തോണേ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ്. ക്ലിയർ ആണ്. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ്? ജെമിനി 2 ആണ് കേട്ടോ. അപ്പം ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ്? ജെമിനി 2 ആണ്. പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുക സാധ്യതയുണ്ട്. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഏതാണ്? ജെമിനി 2 ആണ്. അടുത്ത നോക്കാം.
അടുത്തിടെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള BJP നേതാവാരാണ് സി സദാനന്ദനാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അടുത്തിടെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള BJP നേതാവാരാണ് സി സദാനന്ദൻ. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏത് നിയമസഭയാണ്? ഡൽഹി നിയമസഭയാണ്. അപ്പോൾ എന്താണ്, പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ആകുന്നത് ഏതാണ്? ഡൽഹി നിയമസഭ. അപ്പം ഡൽഹി നിയമസഭ ഇനി മുതൽ എങ്ങനെയാണ് പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണെന്ന് ഇനി ചോദിച്ചാൽ പറയണം ഡൽഹി നിയമസഭ. അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? F-35B ആണ് കേട്ടോ. F-35B അഥവാ F-35B ആണ്. നോട്ട് ചെയ്തോടെ, ചോദിക്കും സാധ്യത കൂടുതലാണ്. അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? F-35B ആണ്. അപ്പോൾ എന്താണ്, അടുത്തിടെ കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? F-35B ആണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 600.15 ആണ് കേട്ടോ. 15 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, 600.15 കിലോമീറ്റർ ആണ്. അപ്പോൾ എന്താണ്, കേരള സർക്കാരിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? പുതിയ റിപ്പോർട്ട് പ്രകാരം 600.15 കിലോമീറ്റർ ആണ്. 600.15 കിലോമീറ്റർ ആണ് കേട്ടോ. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ധരാലിയാണ്. ഓപ്പറേഷൻ ധരാലി. അപ്പം മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ധരാലി. അടുത്ത് നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സേന നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അഖാൽ കേട്ടോ. ഓപ്പറേഷൻ അഖാൽ. അപ്പോൾ എന്താണ്, ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അഖാൽ. 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായതാരാണ്? നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ എന്താണ്, 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായതാരാണ്? നിതിൻ ഗഡ്കരിയാണ്. സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസഡറായി നിയമിതയായ സിനിമാ താരമാരാണ്? രശ്മിക മന്ദാനയാണ് കേട്ടോ. രശ്മിക മന്ദാനയാണ്. അപ്പോൾ സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസഡറായി നിയമിതയായ സിനിമാ താരമാരാണ്? രശ്മിക മന്ദാനയാണ്. 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അരുണാചൽ പ്രദേശ്. 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ്. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാമാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി? നോട്ട് ചെയ്തോണേ, ബ്രിക്സിൽ സ്ഥിര പങ്കാളിത്തമല്ല, പങ്കാളി രാജ്യമായി ചേർന്നത് ഏത് രാജ്യമാണ്? വിയറ്റ്നാമാണ് കേട്ടോ. വിയറ്റ്നാം. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 2025 ജൂണിൽ US നടത്തിയ അഥവാ അമേരിക്ക നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുകയെ ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി 2025 ജൂണിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? നവാസുദ്ദീൻ സിദ്ദിയാണ്. അപ്പോൾ എന്താണ്, 2025 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? നവാസുദ്ദീൻ സിദ്ദി. 2025 ജൂലൈ 3 സ്പെയിനിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട ലിവർപൂൾ ഫുട്ബോൾ താരമാരാണ്? ഡിയോഗോ ജോട്ടയാണ് കേട്ടോ. ഡിയോഗോ ജോട്ട. അപ്പോൾ 2025 ജൂലൈ 3 സ്പെയിനിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട ലിവർപൂൾ താരമാരാണ്? ഡിയോഗോ ജോട്ടയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ക്ലാസ്. ഇന്നത്തെ ഇത്രയുമാണ്. ഇതിനു മുമ്പും നമ്മൾ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫെയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ആദ്യമേ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിലേക്ക് വേണ്ടിയുള്ള എല്ലാ കറണ്ട് അഫെയറും നമ്മുടെ ചാനലിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം
സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മാക്സിമം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനോട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലും. അതിനുവേണ്ടിയാണ്. അപ്പം മാക്സിമം എഫേർട്ട് എടുത്താണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയാലേ തുടർന്നും ഇതുപോലുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ക്ലാസ്സസ് ഉടനെ തന്നെ നമ്മൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പത്തെ ക്ലാസ്സസ് ഞാൻ പറഞ്ഞിരുന്നു കറണ്ട് അഫെയർ സീരീസ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. മാക്സിമം ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കറണ്ട് അഫെയർ ക്ലാസ്സസ് ടോപ്പിക് വൈസ് ആയിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഷുവർ ഷോട്ട് തിരഞ്ഞെടുത്ത കുറച്ച് പ്രധാന കറണ്ട് അഫെയർ ക്ലാസ്സസും ഉണ്ട്. അതുകൂടാതെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അപ്പം വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.